ഒരാൾ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്നു, ഒരാൾ ഡിഗ്രി ഫൈനലിന് പഠിക്കുന്നു. ഒരാൾ പറഞ്ഞു, NSSൽ ഞാൻ ഈ വർഷം വോളണ്ടിയറായി ചേർന്നില്ല. എന്താണ് അവർ കാരണം പറഞ്ഞതെന്നറിയോ? അവർ പഠിക്കുന്ന കോളേജിലെ NSSൻ്റെ പ്രോഗ്രാം ഓഫീസറും പ്രിൻസിപ്പളും ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിടുമ്പോൾ, പ്രത്യേകിച്ചും ഹോം കെയറിന് വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും മാത്രമായി ഒരു വാഹനത്തിൽ പോകണം എന്ന് ശഠിക്കാറുണ്ട്. ലിബറലിസത്തിൻ്റെ കാലമാണല്ലോ. വകുപ്പ് മന്ത്രി തൊട്ട്, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വകുപ്പ് മന്ത്രി തൊട്ട് താഴെത്തട്ടിലുള്ള ആളുകൾ വരെ ഏതാണ്ട് ആ ഒരു മാനസികാവസ്ഥയിലാണുള്ളത്. അതുകൊണ്ടായിരിക്കണം ഒരു പ്രോഗ്രാം ഓഫീസർ പറഞ്ഞിട്ടുണ്ടാവുക, 2 പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും പോകാൻ പാടില്ല, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും മാത്രം എന്ത് ചെയ്യണം, ഹോം കെയറിന് പോകണം. ഈ IGM പറഞ്ഞു, ഞാൻ ആ വർഷം NSSൽ വോളണ്ടിയറായി ചേർന്നില്ല. അതേ യോഗത്തിൽ പങ്കെടുത്ത മറ്റൊരു പെൺകുട്ടി പറഞ്ഞത്, എൻ്റെ കോളേജിലും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഞാൻ പിടിച്ചു നിന്നു, ഞാൻ അവരോട് എതിർത്തു നിന്നു, സംസാരിച്ചു നിന്നു. എനിക്ക് എന്നെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ, എന്നെ ഞാനായി നിലനിർത്തിക്കൊണ്ട് തന്നെ വോളണ്ടിയറായി സേവനം ചെയ്യാൻ കഴിയും എന്ന ബോധ്യമുണ്ടായിരുന്നു. ഞാൻ ആ ചുമതല ഏറ്റെടുത്തു എന്ന. വിരുദ്ധാഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ആദ്യം ചെയ്തതാണ് ശരിയെന്നും രണ്ടാമത്തവളുടെ സമീപനമായിരുന്നു ഏറ്റവും ശരിയെന്നൊക്കെ നിങ്ങൾ അഭിപ്രായപ്പെട്ടേക്കാം. നാം ജീവിക്കുന്ന ഇന്നത്തെ ഈ സാഹചര്യം ഒരുപക്ഷെ ഇതിനേക്കാൾ മോശമായി ഇനി വന്നേക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളിതൊക്കെ വലിച്ചെറിഞ്ഞ് അല്ലേ, ചപ്പ് ചവറുകളുടെ കൂടെ അല്ലേ, ഒഴുക്കിനനുസരിച്ച് നീന്തുക എളുപ്പമാണ്. എളുപ്പം അറിയാവുന്നൊരു ചൊല്ല, ഒഴുക്കിനനുസരിച്ച് നീന്തുക എളുപ്പമാണ്. ഒഴുക്കിൻ്റെ ഒപ്പം ഇങ്ങനെ നീന്തിപ്പോവാം. എന്നാൽ ഒഴുക്കിനെതിരെ നീന്തുകയോ അത് ശ്രമകരമാണ്. നമ്മൾ നിർവഹിക്കുന്നത് ഒഴുക്കിനെതിരെയുള്ള നീന്തലാണ്. പക്ഷേ അത് കരുതലോടെ ആയിരിക്കണം.